ഹലോ എവറി വൺ. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് SGOU ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എന്നുള്ള കോഴ്സിൻ്റെ ഇംഗ്ലീഷ് ഫോർ ബിസിനസ് ആൻഡ് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള സബ്ജക്റ്റിൻ്റെ ട്രാൻസാക്ഷണൽ ഓർ ടെക്നിക്കൽ റൈറ്റിംഗ് ആൻഡ് ജോബ്സ് ആൻഡ് കരിയേഴ്സ് എന്നുള്ള ബ്ലോക്കിലെ 3 ആയിട്ടുള്ള പ്രിപ്പയറിംഗ് എ റെസ്യൂമേ ആൻഡ് കവർ ലെറ്റർ എന്നുള്ള യൂണിറ്റ് ആണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ റെസ്യൂമേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പഴയ CV-യുടെ പുതിയ ഫോമാണ്. കരിക്കുലം വിറ്റേ എന്ന് പറഞ്ഞ് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. പഴയ ബയോഡാറ്റയൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നതിൻ്റെ പുതിയ ഫോമാണ് എന്ന് പറയുന്നത് റെസ്യൂമേ എന്ന് പറയുന്നത്. സോ ഈ റെസ്യൂമേസ് കവർ ലെറ്റേഴ്സ് എന്നൊക്കെ പറയുന്നത് നമുക്കൊരു ജോബിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും എക്സാംസിന് നമ്മൾ അപ്പിയർ ചെയ്യാൻ പോവുകയാണ്, എന്തെങ്കിലും ടെസ്റ്റുകളുണ്ട്, അങ്ങനെയൊക്കെയുള്ള സമയത്തൊക്കെ ഇൻ്റർവ്യൂസിലൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് ഇതെന്ന് പറയുന്നത്, ഈ ഒരു റെസ്യൂമേസ് ആൻഡ് കവർ ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ജോബിന് അപ്ലൈ ചെയ്യുന്ന സമയത്തോ ഹയർ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസിൻ്റെ സമയത്തോ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മളുടെ നെസസറി ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ് റെസ്യൂമേസ്. സോ നമ്മളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസും സ്കില്ലും അഡീഷണൽ ക്വാളിഫിക്കേഷൻസും എക്സ്പീരിയൻസസും അഡീഷണൽ ഇൻഫർമേഷനും നമ്മളുടെ റെലവൻ്റ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും നമ്മളുടെ എംപ്ലോയർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളെ ആരാണോ ഇൻ്റർവ്യൂ ചെയ്യാനിരിക്കുന്നത് ഇൻ്റർവ്യൂവർക്ക് മനസ്സിലാവാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ് ഇതെന്ന് പറയുന്നത് റെസ്യൂംസ് എന്ന് പറയുന്നത്. എല്ലാപ്പോഴും ഒരു 1 to 2 pages ലോങ് ആയിട്ടായിരിക്കും എന്ത് വരുന്നുണ്ടായിരിക്കുക, റെസ്യൂംസ് വരുന്നുണ്ടായിരിക്കുക. അല്ലാതെ 5-6 പേജുള്ള റെസ്യൂം എന്നുള്ള രീതിക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതല്ല. സോ 1 to 2 pages ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ ആ ഒരു പേഴ്സണ് എന്തുകൊണ്ടാണ് നമ്മൾ ഈ ജോബിന് ഫിറ്റ് ആയിട്ടുള്ള പേഴ്സൺ ആണ് എന്നുള്ളതൊക്കെ തെളിയിക്കുന്ന തരത്തിൽ നമ്മളുടെ ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യാൻ, റെസ്യൂംസ് പ്രിപ്പയർ ചെയ്യാൻ. അതുകൊണ്ട് തന്നെ നമ്മളുടെ സ്ട്രെങ്ത്തുകളൊക്കെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു പേഴ്സണെ കൺവിൻസ് ചെയ്യാൻ ഈ ഒരു റെസ്യൂമിന് സാധിച്ചിട്ടുണ്ടായിരിക്കണം. അതായത് നമ്മൾ ആ ജോബിന് ഫിറ്റ് ആണ് എന്നുള്ളത് കൺവിൻസ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിൽ വേണം റെസ്യൂംസ് പ്രിപ്പയർ ചെയ്യാൻ. കവർ ലെറ്റർ എന്ന് പറയുന്നത് റെസ്യൂമിൻ്റെ കൂടെ തന്നെ നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് കവർ ലെറ്റർ. അതായത് നമ്മളുടെ റെസ്യൂമിനെ എക്സ്പാൻഡ് ചെയ്യുന്ന തരത്തിൽ ഒരു 1 page ഒക്കെ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു പേപ്പറാണ് അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് ആണ് കവർ ലെറ്റർ എന്ന് പറയുന്നത്. നമ്മളുടെ ക്വാളിഫിക്കേഷൻസിന് എന്തിനെങ്കിലും ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് എന്തുകൊണ്ട് നമ്മൾ ആ ഒരു ജോബിന് ആപ്റ്റാണ്, എന്തുകൊണ്ടാണ് നമ്മൾ അതിന് അപ്ലൈ ചെയ്യുന്നത്, എന്തൊക്കെയാണ് നമ്മളുടെ കീ ക്വാളിഫിക്കേഷൻസ് എന്നുള്ളതൊക്കെ മെൻഷൻ ചെയ്യുന്ന ഒരു 1 page ഡോക്യുമെൻ്റ് ആണ് ഇതെന്ന് പറയുന്നത് കവർ ലെറ്റർ എന്ന് പറയുന്നത്. സോ റെസ്യൂംസിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് കൊടുക്കാറുണ്ട്, കവർ ലെറ്ററും കൊടുക്കാറുണ്ട്. ദെൻ നെക്സ്റ്റ് പറയുന്നത് എന്താണ് റെസ്യൂംസിൻ്റെയും കവർ ലെറ്ററിൻ്റെയും ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ്. റിക്രൂട്ടേഴ്സിനും അഡ്മിഷൻ പ്രോസസ്സിൽ ഇരിക്കുന്ന ആൾക്കാർക്കും ഒക്കെ നമ്മളുടെ ക്വാളിഫിക്കേഷൻസും സ്കില്ലും നമ്മൾ എന്തുകൊണ്ട് അതിന് ആപ്റ്റാണ് എന്ന് നമ്മൾ കരുതുന്നു എന്നുള്ള കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഡോക്യുമെൻ്റ് ആണ് ഇത് റെസ്യൂംസും കവർ ലെറ്റേഴ്സും. സോ റെസ്യൂംസും കവർ ലെറ്റേഴ്സും നമ്മൾ പ്രോപ്പറായിട്ട് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യും. ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്നുള്ള രീതിയിലായിരിക്കും എന്ത് കൊടുക്കുന്നുണ്ടായിരിക്കുക, ഈ ഒരു 2 ഡോക്യുമെൻറ്റും വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ ഫസ്റ്റ് ലെവൽ സ്ക്രീനിങ് അവർ ചെയ്യുന്നുണ്ടായിരിക്കുക റെസ്യൂംസ് നോക്കിയിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു ഫസ്റ്റ് ലെവൽ സ്ക്രീനിങ് പാസ്സായി നമുക്ക് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൺവിൻസിംഗ്ലി നമ്മളുടെ കാര്യങ്ങളെല്ലാം അതിൽ പ്രോപ്പറായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ അക്കാഡമിക് പെർഫോമൻസും സ്കില്ലും എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷൻസും എല്ലാ കാര്യങ്ങളും സമ്മറൈസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യാൻ, റെസ്യൂംസും കവർ ലെറ്റേഴ്സും പ്രിപ്പയർ ചെയ്യാൻ. ഇപ്പം നമ്മൾ റെസ്യൂംസ് നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കവർ ലെറ്റർ ഓരോ ജോബിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, കസ്റ്റമൈസ് ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കണം. അതായത് എന്തുകൊണ്ട് നമ്മൾ ആ ജോബിന് ആപ്റ്റാണ് എന്നുള്ള കാര്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എവിടെയാണ്, കവർ ലെറ്ററിലാണ്. അതുകൊണ്ട് തന്നെ ഓരോ പെർട്ടിക്കുലർ ജോബിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് മാറ്റണം, കവർ ലെറ്റേഴ്സ് ചേഞ്ച് ചെയ്യണം. അതായത് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് കവർ ലെറ്റേഴ്സ് എടുക്കാവുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ റെസ്യൂംസും കവർ ലെറ്റേഴ്സും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു പ്രൊഫഷണൽ ബിസിനസ്സിൽ ആവശ്യമുള്ള ഒരു കാര്യമാണ്. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് റെസ്യൂംസിൻ്റെ സെക്ഷനുകളാണ്. അതായത് എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്തിട്ടാണ് നമുക്ക് റെസ്യൂംസ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യമാണ്. ഫസ്റ്റ് സെക്ഷനായിട്ട് വരുന്നത് തന്നെ കോൺടാക്ട് ഇൻഫർമേഷൻ ആണ്. അതായത് നമ്മളുടെ പേര്, നമ്മളുടെ പോസ്റ്റൽ അഡ്രസ് വിത്ത് പിൻകോഡ്, നമ്മളുടെ മൊബൈൽ നമ്പർ, നമ്മളുടെ പ്രൊഫഷണൽ ഇമെയിൽ ID, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളവിടെ പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഫോട്ടോസ് കൊടുക്കുന്നവരുണ്ട്, കൊടുക്കാതെയും ചെയ്യുന്നവരുണ്ട്. നമ്മൾ നോർമലി ഫോട്ടോ കൊടുക്കാതെയാണ് ചെയ്യാറ്, ഫോട്ടോസ് കൊടുത്ത് ചെയ്യുന്നവരുമുണ്ട്. സോ അങ്ങനെയുള്ള നമ്മളുടെ കോൺടാക്ട് ഇൻഫർമേഷൻ ആയിരിക്കും എവിടെ വരുന്നുണ്ടായിരിക്കുക, ഫസ്റ്റ് സെഷനിൽ തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ടായിരിക്കുക. ദെൻ നെക്സ്റ്റ് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് കൊടുക്കേണ്ടത് പ്രൊഫൈൽ ഓർ ഒബ്ജക്റ്റീവ് ആണ്. സോ നമ്മളുടെ കരിയർ ഗോൾ എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ കരിയർ ഒബ്ജക്റ്റീവ് എന്താണ് എന്നുള്ളത് ഒരു 1-2 സെൻറ്റൻസ് ആയിട്ട് നമുക്ക് അവിടെ കൊടുക്കാവുന്നതാണ്. ഒബ്ജക്റ്റീവ് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു പാരഗ്രാഫ് ഒബ്ജക്റ്റീവ് അങ്ങനെയായിട്ട് നമ്മൾ കൊടുക്കരുത്. ഒരു 2-3 ലൈനിൽ നമ്മളുടെ കരിയർ ഗോൾ എന്താണ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്താണ് എന്നുള്ള കാര്യം നമുക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. ദെൻ അതിന് താഴെയാണ് നമ്മൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും കാര്യങ്ങളെല്ലാം കൊടുക്കുക. സോ നമ്മളുടെ ഏതൊക്കെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണോ ഉള്ളത്, അത് ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ
നിന്നാണ് നമ്മൾ പഠിച്ചിറങ്ങിയത്, ഏത് ഇയറാണ് നമ്മൾ പാസ് ഔട്ട് ആയത്, ഇപ്പോൾ നമ്മൾ പെർസ്യൂവിങ് ആണോ, എത്ര പെർസെൻറ്റേജ് ആണ് നമ്മൾ സ്കോർ ചെയ്തിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് ആണ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. നമ്മൾ എന്തെങ്കിലും ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലോ വേറെ എന്തെങ്കിലും എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ട് മുന്നേ എന്നുണ്ടെങ്കിലോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡറിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, എക്സ്പീരിയൻസ് കൊടുക്കാനായിട്ട്. സോ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് വർക്ക് ചെയ്തത്, എത്ര കാലം വർക്ക് ചെയ്തു, എന്ത് പൊസിഷനിലാണ് നമ്മൾ വർക്ക് ചെയ്തത്, എന്തെങ്കിലും അഡീഷണൽ അച്ചീവ്മെൻറ്റ് നമ്മൾ അവിടെ നിന്ന് നേടിയിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ എക്സ്പീരിയൻസിൽ നമുക്ക് ഷെയർ ചെയ്യാം. ദെൻ നെക്സ്റ്റ് ആണ് സ്കിൽസ് എന്ന് പറയുന്നത്. അതായത് അഡീഷണൽ ആയിട്ട് നമുക്ക് വരുന്ന സ്കില്ലുകൾ, ടെക്നിക്കൽ സ്കില്ലുകൾ, സോഫ്റ്റ് സ്കിൽസ്, എന്തെങ്കിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പോലെ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ നോളജ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള എക്സ്ട്രാ സ്കില്ലുകൾ എന്തെങ്കിലും നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എവിടെ ആഡ് ചെയ്യാം, ഈ സ്കിൽസ് എന്നുള്ള പോർഷനിൽ ആഡ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് ആണ് സർട്ടിഫിക്കേഷൻ. അഡീഷണൽ ആയിട്ട് നമുക്ക് എന്തെങ്കിലും ക്രെഡൻഷ്യൽസ് കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പോർഷനിൽ ആഡ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ആക്ടിവിറ്റീസ്. അതായത് നോട്ടബിൾ ആയിട്ടുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. അതായത് നമുക്കിപ്പോൾ എന്തെങ്കിലും അവാർഡ് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ കലോത്സവത്തിനൊക്കെ പങ്കെടുത്തിട്ട് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നോട്ടബിൾ ആയിട്ടുള്ള ഹോബീസ് ഉണ്ട്, അതിന് നമുക്ക് എന്തെങ്കിലും അവാർഡോ കാര്യങ്ങളോ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ ആഡ് ചെയ്യാവുന്നതാണ്. നമ്മളുടെ എല്ലാ ഹോബീസും നമ്മളിവിടെ ആഡ് ചെയ്യില്ല. ബിക്കോസ് നമുക്ക് ഉറങ്ങാനാണ് ഇഷ്ടം, നമുക്ക് വെറുതെ ഇരിക്കാനാണ് ഇഷ്ടം, അതൊക്കെ നമ്മളുടെ ഹോബീസാണ്. അങ്ങനെ ഹോബി ആവുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. പക്ഷേ അതിൽ നമ്മൾ എന്തെങ്കിലും അച്ചീവ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നേരം ഉറങ്ങി നമുക്ക് ഗിന്നസ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അതല്ലാതെ എനിക്ക് ഉറങ്ങുന്ന ഇഷ്ടമാണ്, അതാണ് എൻ്റെ ഹോബി, അതുകൊണ്ട് ഞാൻ അങ്ങനെ ആഡ് ചെയ്യുന്നു എന്നുള്ള രീതിക്കല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. സോ ആ രീതിയിലുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ് നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാം. സോ ഇത്രയും സെഷൻസ് ആണ് എന്തിനുണ്ടായിരിക്കുക, ഒരു റെസ്യൂമിന് ഉണ്ടായിരിക്കുക. ഇനി കവർ ലെറ്റർ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അതിൽ ആദ്യം വരുന്ന സെഷനാണ് ഹെഡർ സെഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ പ്രോപ്പറായിട്ട് നമ്മളുടെ നെയിമും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരിക്കും, നമ്മളാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഡേറ്റ് ഉണ്ടായിരിക്കും, ഏത് ഡേറ്റിലാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ആർക്കാണ് നമ്മൾ ഈ കവർ ലെറ്റർ അയക്കുന്നത് എന്നുള്ളവരെ അഡ്രസ്സ് ചെയ്തുകൊണ്ട്, ഏതെങ്കിലും സ്പെസിഫിക് പേഴ്സണോ ഡിപ്പാർട്ട്മെൻറ്റിനെയോ ഒക്കെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് വേണം നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. റെസ്യൂമിലെ പോലെ തന്നെ നമ്മളുടെ കോൺടാക്ട് ഇൻഫർമേഷൻ വെച്ചുകൊണ്ടാണ് എന്തും സ്റ്റാർട്ട് ചെയ്യുക, കവർ ലെറ്ററും സ്റ്റാർട്ട് ചെയ്യുക. ദെൻ നെക്സ്റ്റ് സെഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഓപ്പണിംഗ് ആണ്. അതായത് നമ്മൾ ഏത് പൊസിഷനാണ് അപ്ലൈ ചെയ്യുന്നത്, നമ്മളുടെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പോലെ ബേസിക് ആയിട്ട് കൊടുത്തിട്ട് നമ്മൾ ഏത് പൊസിഷനാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം വെച്ചിട്ട് വേണം നമ്മൾ കവർ ലെറ്റർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ദെൻ നെക്സ്റ്റ് ആണ് മെയിൻ ബോഡി എന്ന് പറയുന്നത്. നമ്മളുടെ ക്വാളിഫിക്കേഷൻസും കാര്യങ്ങളും എല്ലാം ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എന്തുകൊണ്ട് ഈ ജോബിന് ആപ്റ്റ് ആണ് എന്നുള്ളതെല്ലാം പറയുന്ന രീതിക്കാണ് മെയിൻ ബോഡി നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യാറുള്ളത്. ഒരു 2 or 3 ടാർഗറ്റഡ് പാരഗ്രാഫ്സ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് ആ ഒരു കണ്ടന്റ് നമുക്ക് പറയാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് ആണ് കൺക്ലൂഷൻ എന്ന് പറയുന്നത്. അവർ നമുക്ക് തന്ന ടൈമിനൊക്കെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് ഇത്രയും വായിക്കാൻ കാണിച്ചതിന് ഒരു അപ്രീസിയേഷനൊക്കെ കൊടുത്തുകൊണ്ട് വേണം നമ്മൾ അതിനെ കൺക്ലൂഡ് ചെയ്യാനായിട്ട്. ദെൻ ലാസ്റ്റ് ആണ് സിഗ്നേച്ചർ എന്ന് പറയുന്നത്. യുവർ സിൻസിയർലി എന്നൊക്കെ എഴുതിയിട്ട് നമ്മളുടെ ഫുൾ നെയിമോട് കൂടിയുള്ള സിഗ്നേച്ചർ നമ്മൾ അവിടെ കവർ ലെറ്ററിൽ കൊടുക്കേണ്ടതാണ്. സോ ഇങ്ങനെയാണ് നമ്മൾ കവർ ലെറ്റർ പ്രിപ്പയർ ചെയ്യുക. സോ റെസ്യൂംസും കവർ ലെറ്റേഴ്സും നമ്മളുടെ പ്രൊഫഷന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ അത് പ്രോപ്പറായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. അതിൻ്റെ പലതരത്തിലുള്ള ലേ ഔട്ടുകളും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ്. സോ നിങ്ങൾ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും പ്രോപ്പറായിട്ടൊരു റെസ്യൂമെ പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള സ്റ്റെപ്പായിട്ടുള്ള ജോബൊക്കെ നോക്കുന്ന സമയത്ത്, ഇൻ്റർവ്യൂസിനൊക്കെ പോകുന്ന സമയത്ത് കുറച്ചുകൂടി ഇത് ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഇത് നിങ്ങളെ പഠിപ്പിക്കുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്, പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് റെസ്യൂംസ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. സോ എല്ലാവരും പ്രിപ്പയർ ചെയ്യുക കേട്ടോ. സോ ഇന്ന് പഠിപ്പിച്ചതിൽ ഡൗട്ടൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. സോ സീ യു ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. മഹാലോ.